ഇനിയും എത്രയെന്നറിയാത്ത കോടിക്കണക്കിന് PR പ്രചാരവേലകൾ, ആകാശം മുട്ടുന്ന ഹോർഡിംഗുകൾ, ഫ്ലക്സുകൾ, ഓവർടൈം പണിയെടുത്ത സൈബർ വാർ റൂമുകളൊന്നും വേണ്ട. കേരളം ഇന്നേ വരെ കാണാത്തൊരു പ്രൊപ്പഗണ്ടാകാലത്തിന് ശേഷം അതൊന്നും തൊലിപ്പുറത്ത് പോലും ഏശാത്ത മനുഷ്യർ നല്ല രാഷ്ട്രീയ ബോധ്യത്തോടെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഏറ്റവും ഒടുവിൽ പാലക്കാട് സയൻസിന് പോലും പിടികിട്ടാത്തൊരു മുല്ലപ്പൂ വെച്ച നിഴൽ പ്രതിഭാസം, കള്ള കിറ്റ്, സ്ത്രീവിരുദ്ധ അരാഷ്ട്രീയങ്ങൾ, ഡാഷ്മോൻ, അങ്ങനെ എന്തൊക്കെ കണ്ടും കേട്ടും ചർച്ചയായ നാളുകൾക്കൊടുവിൽ ഉയർന്ന ശതമാനം കേവലം SIR ഇമ്പാക്ട് എന്ന കണക്കപ്പുള്ള വായന കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയെ കാണാതിരിക്കലാണ്, കളിയാക്കലാണ്. തീരദേശം, മലയോരങ്ങൾ, ഗ്രാമനഗരങ്ങൾ, ജൻസി, ആണും പെണ്ണുമടക്കം ആർത്തലച്ചിറങ്ങി ആഞ്ഞുകുത്തിയെങ്കിൽ RSSും RCയും കരുതും പോലെ ഹങ്പൊങ്ങൊന്നുമല്ല. ക്ലിയർ മാൻഡേറ്റാണ്, അടിയുറച്ചൊരു തീരുമാനം, തീർത്തടിക്കലാണ് മെയ് ആദ്യത്തെ രാഷ്ട്രീയ ആകാംക്ഷ. ആരുമായിക്കോട്ടെ, അയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. കിട്ടുന്ന വേദികളിലൊക്കെ വായിൽ തോന്നിയ അസഭ്യങ്ങൾ ആർത്തിയിൽ വീർത്തൊരു തവള എന്നടക്കം കേട്ടാലറക്കുന്ന വർത്താനങ്ങൾ ശീലമാക്കിയ ഒരു നേതാവിന് പോളിംഗ് പൂർത്തിയായപ്പോൾ തെറിമറന്ന വാക്കുകൾക്കൊരടക്കം ഒതുക്കം, ആ ഭാഷാശുദ്ധി മാറ്റത്തിന്റെ ഇൻഡിക്കേറ്ററാണോ നന്നറിയാം. പക്ഷേ ജനവിധിയിലും തീരാത്ത ചില മനസാക്ഷി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ തുരങ്ക വ്യാകരണം അറിയാത്തൊരു പാവം പിടിച്ചവൻ, 20-കാരൻ, 6ാം വാരിക്ക് വർഗീയവാദികളുടെ കടാരമുൻപിൽ അമ്മയെ വിട്ടുപോയവനാണ്. ബലികുടീരത്തിൽ പട്ടടയിൽ കാതോർത്താൽ കേൾക്കാം ഒരു കണ്ണീരിൽ നീറുന്ന ചോദ്യം: 4 വോട്ടിന് അധികാര വക്താക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊഴുക്കി ചോര നിങ്ങൾ തൂക്കി വിറ്റില്ലേ? ഒപ്പിട്ടില്ലേ ആത്മവഞ്ചനയുടെ അധികാര സന്ധി? ആത്മാർത്ഥമല്ലാത്ത അതേ പ്രാക്ടിക്കൽ രാഷ്ട്രീയം, അരമന കയറ്റം, ഏതോ ഡിപ്ലോമസി, പാളിയ പകയിലങ്ങ് കോമനം തുള്ളലാണ്. പൂഞ്ഞാറ്റിൽ പ്രതികാരദാഹം പൂണ്ടൊരു അച്ഛനും പുത്രനും. ക്രൈസ്തവ സഭകൾക്ക് നേരെയാണ് അങ്കക്കലി. മെത്രാമാരെന്തോ വൃത്തികെട്ട പണി കാണിക്കുന്നവർ, പോക്രിത്തരം കാണിക്കുന്നവർ, UDFന് വേണ്ടി കുരയ്ക്കുന്നവർ, ആ പത്രം വായിക്കുന്നവർ, വട്ടന്മാർ, പൊട്ടന്മാർ. ഈ നാടിനോളം ചരിത്രമുള്ള ക്രൈസ്തവ സഭയെന്ന് മൂക്കിൽ കയറ്റുന്ന മട്ടിലാണ് ആക്രോശം. അതങ്ങ് കയ്യിൽ വെക്കണം. ജീവൽ പ്രശ്നം പറയുന്നതാണ് ഹാലിളക്കത്തിന് കാരണമെങ്കിൽ അത് പറയാതെ വാവൂട്ടാനാണ് ഈ കാവിക്കരുത്തിലെ വിരട്ടെങ്കിൽ ഇത് കന്യാസ്ത്രീ ആക്രമണത്തിന് ക്രൈസ്തവ വേട്ടക്കിറങ്ങിയ ഹൂളിഗൻ സംഘത്തിന് കളവല്ല, കേരളമാണ്. നാവുധരിക്കുന്നെങ്കിൽ സാറേ ജോർജ് നോർത്തിന് വണ്ടിപിടി. സാറേ ജോർജ് നോർത്തിന് വണ്ടിപിടി. അപ്പനും മകനും തന്തക്കും മോനുക്കും നാവ് ധരിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒഴുക്കിയ പണവും നഷ്ടമായി, അധ്വാനവും നഷ്ടമായി, വോട്ടും കിട്ടിയില്ല, 8 നിലയിൽ പരാജയപ്പെടുമെന്നുള്ള ബോധ്യം തന്നെയാണ്. ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ കൃത്യമായിട്ട് ഈരാറ്റുപേട്ടയിലെ PC ജോർജും PC ജോർജിന്റെ ശിങ്കിടികളും ചേർന്നിട്ട് പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പണം ഇറക്കിയിട്ടും പണം ഒഴുക്കിയിട്ടും രക്ഷയില്ല, വിജയമില്ല, തോൽവി ഉറപ്പാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇത്തരത്തിൽ സഭക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും പിതാക്കന്മാർക്കെതിരെയും ഒക്കെ ആഞ്ഞു തുള്ളുന്നതും ഉറഞ്ഞു തുള്ളുന്നതും തെറിവിളികളും തെറി അഭിഷേകങ്ങളും നടത്തുന്നത് അല്ലേ? PC ജോർജ് തന്നെ പറയാ, പണമുള്ളവൻ കൊടുക്കും, പണമുള്ളവൻ കൊടുക്കും എന്നാണ് പറയുന്നത്. പണമുള്ളവൻ കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷേ ഈ കൊടുക്കൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പോരാ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ കൊടുക്കൽ ഉണ്ടാവണം. അതിന് സാധിക്കുമോ PC ജോർജിന്? അതിന് സാധിക്കുമോ ശോഭാ സുരേന്ദ്രന്? അതിന് സാധിക്കുമോ രാജീവ് ചന്ദ്രശേഖരന്? അതിന് സാധിക്കുമോ ഈ പറയുന്ന ഷോൺ ജോർജിന്? കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ 4 വോട്ട് എങ്ങനെയെങ്കിലും വേണം. പാവങ്ങളുടെ ദുരിതത്തെ, അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ പണം കൊണ്ടൊന്നും വിലക്ക് വാങ്ങാൻ കഴിയില്ല കേരളത്തിന്റെ പ്രബുദ്ധതയെ, രാഷ്ട്രീയ ബോധ്യത്തെ എന്നുള്ളത് ഇപ്പോഴവർ തിരിച്ചറിയുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ് ഈ പറയുന്ന പണം വിതരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എത്രയൊക്കെ ഒഴുക്കിയാലും എടോ PC പൂഞ്ഞാർ ചെറ്റെ, നിന്നെ അടിച്ച് വീട്ടിലിരുത്തും, നിന്നെ മാത്രമല്ല നിന്റെ മകനെയും. ഇത് കേരളമാണ്. ഇവിടെ 4 വോട്ട് കിട്ടാത്തതിൻ്റെ ആക്രോശവും അഹങ്കാരവും ധാർഷ്ട്യവും തെറിയഭിഷേകവും തുള്ളലും ഒന്നും ഇവിടെ വേണ്ട. ഇതിനെ പ്രതിരോധിക്കാൻ, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ സമൂഹത്തിനറിയാം, ഈ ജനതക്കറിയാം. ഇത് കേരളമാണ്, ഇത് പ്രബുദ്ധതയുടെ നാടാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മാത്രം മതി എന്നുള്ളതാ. അങ്ങനെ 4 വോട്ട് പണം വാങ്ങി വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട ഗതികേട് ഈ സമൂഹത്തിനില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതല്ല. ഇത് പാരമ്പര്യമായിട്ട് കേരളത്തിന്റെ ചരിത്രമാണ്. ഇവിടുത്തെ സഭാ നേതൃത്വത്തിന്റെ ചരിത്രം എന്നെടുത്ത് നോക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സഭയുടെ ചരിത്രം എന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സഭയുടെ ചരിത്രമാ. ക്രൈസ്തവരെ, സ്വന്തം സമുദായത്തെ ചേർത്ത് ഇങ്ങനെ നിർത്തിയിട്ട് അവരെ ഇങ്ങനെ ഉയർത്തി എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന സഭ.
ആ സഭയെ ഒരു കാര്യവുമില്ലാതെ തെറി വിളിക്കുക. കാര്യം എന്താണ്? വോട്ട് കിട്ടിയില്ല. സഭ അങ്ങ് തീരുമാനിച്ചു. സഭ വിവേകപൂർണമായ പ്രബുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു തീരുമാനം സഭ എടുത്തു. സഭ അത് എടുത്തപ്പോൾ തുടങ്ങി ഇവർക്ക് ഹാലിളകാൻ. വോട്ട് കിട്ടിയില്ല, വോട്ട് കിട്ടിയില്ല, വോട്ട് കിട്ടിയില്ല. അത് തന്നെ പ്രശ്നം, അത് തന്നെ പ്രശ്നം. കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടുമോ എന്നുള്ളത് പോലും ഉറപ്പില്ലാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ തെറിവിളികളാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സഭയുടെ പിതാക്കന്മാർ, മേലധ്യക്ഷന്മാർ, മെത്രമാർ എന്നൊക്കെ പറയുന്നവർ, അവർ ഒരു സമുദായത്തെ, ഒരു ജനതയെ ഇങ്ങനെ ചേർത്ത് നിർത്തി അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാ രീതിയിലും സാമൂഹികമായി, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ ഒക്കെ ഇടപെട്ട് കൃത്യമായിട്ട് പ്രവർത്തനങ്ങളിലൂടെ ഒരു ജനതയെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ആ ഒരു സമൂഹത്തെ ആവശ്യമില്ലാതെ തെറി വിളിക്കുകയാ, അധിക്ഷേപിക്കുകയാ, വ്യക്തി അധിക്ഷേപം നടത്തുകയാ. ഇതൊക്കെ ചെയ്യാൻ ഇവൻ ആരാ? ഇവനിക്ക് എന്താണ് യോഗ്യത? PC-യുടെ മകൻ ഇന്നലെ പറയുന്നത് കേട്ടു, ഞാനിനി അമിത്ഷായോട് എന്ത് പറയുന്നു? നീ അമിത്ഷായോട് എന്ത് പറയുമെന്നുള്ളത് കേരളത്തിൻ്റെ വിഷയമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അമിത്ഷായോട് നീ പറയേണ്ട കാര്യം, PC നിന്റെ മാത്രം തന്തയാണ്. അതും DNA ടെസ്റ്റ് നടത്തി ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. DNA ടെസ്റ്റ് നടത്തി ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി PC നിന്റെ തന്തയാണ് എന്നുള്ളത്. അതും ടെസ്റ്റ് നടത്തിയിട്ട് ഉറപ്പ് വരുന്നില്ലെങ്കിൽ അതും പറയണ്ട. പക്ഷേ ഒരു കാര്യം നീ പറയണം, PC കേരളത്തിൻ്റെ തന്തയല്ല, ആ പൂഞ്ഞാർ ചെറ്റ കേരളത്തിൻ്റെ തന്തയല്ല, ഈ ജനതയുടെ തന്തയല്ല എന്നുള്ളത് നീ അമിത്ഷായോട് പറയണം, നരേന്ദ്രമോദിയോട് പറയണം. മനസ്സിലായില്ലേ? അവരങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിന്റെ തന്തയാണോ അല്ലയോ എന്നുള്ളത് ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി. നിന്റെ തന്തയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ എന്ത് പറയുമെന്നോ നീ എന്ത് ചെയ്യുമെന്നോ ഇതൊന്നും ഇവിടെ കേരളത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ അമിത്ഷായും നരേന്ദ്രമോദിയൊന്നും ഇവിടെ ആരുടെയും തന്തയാവാൻ വളർന്നിട്ടില്ല, ആയിട്ടില്ല, ഇനി ആവുകയുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി എന്ത് കരുതും, അമിത്ഷാ എന്ത് കരുതും? പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടത് നക്കലാണെങ്കിലും ഊമ്പലാണെങ്കിലും അത് നന്നായിട്ട് ചെയ്തു കൊടുക്കുക. വേറെ വഴിയില്ല, വേറെ വഴികളില്ല. വാങ്ങിയ പണത്തിന് നീ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ പൊതുസമൂഹം ഉത്തരവാദികളല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അങ്ങനെ വിലക്ക് വാങ്ങാമെന്ന് ആരും കരുതുകയും വേണ്ട. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, ഇവനെ പോലെയുള്ള ചെറ്റകളെ അടിച്ച് മൂലക്കിരുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധത, അല്ലേ? ആ പ്രബുദ്ധതയെ നമ്മൾ പണയപ്പെടുത്തുവോ? ആ പ്രബുദ്ധതയെ നമ്മൾ ആർക്കെങ്കിലും വിൽക്കുവോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ തന്തയും മകനും കൂടി ചേർന്ന് ഒരു സമുദായത്തിന് നേതൃത്വം നൽകുന്നവരെ, അതിൻ്റെ ബഹുമാന്യരായിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ അങ്ങ് തെറി വിളിച്ച് അവരെ അധിക്ഷേപിച്ച് അവരെ ആക്ഷേപിച്ച് അവരെ ക്രൂശിച്ച് അങ്ങ് ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്രതിരോധ കോട്ടായി സമൂഹം തീർക്കും, കേരളത്തിൻ്റെ ജനത തീർക്കും. അത് എന്ത് വിഷയത്തിലാണെങ്കിലും ശരി. ഇന്ന് വരെ ആ ചേർത്ത് നിർത്തും, ആ സാഹോദര്യവും ആ സ്നേഹവും കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെച്ച് കൈമാറിയിട്ടുള്ളതാ. അതിനെ തകർക്കാമെന്ന് ഒരു സംഘപരിവാറുകാരനും കരുതേണ്ട. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു, യൂദാസിന്റെ അപ്പനായിട്ട് വരും ഈ PC ജോർജ് എന്ന് പറയുന്ന പരമചറ്റ. യൂദാസിന്റെ അപ്പനായിട്ട് വരും. മനസ്സിലായില്ലേ? അവൻ പള്ളിയിൽ വരും, കുർബാനക്ക് വരും, ഒക്കെ വരും. യൂദാസും അങ്ങനെ തന്നെയായിരുന്നല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവനായിരുന്നു, ക്രിസ്തുവിൻ്റെ നിഴലായി നടന്നവനാ. അവസാനം ഒറ്റി, പിന്നിൽ നിന്ന് കുത്തി. ആരാ കുത്തിയത്? യൂദാസ്. ഇതന്നെയാ ഇവനും ചെയ്യുന്നത്, കൂടെ നിന്ന് കുത്തും. അത് പക്ഷേ ആ കുത്ത് കിട്ടുന്നതിന് മുമ്പേ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ 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 രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്നിട്ട് ഭീഷണിയാ, എന്നിട്ട് എന്തോ സംഘപരിവാറിൻ്റെ ഔദാര്യമാണത്രേ ക്രൈസ്തവർ ഇവിടെ ജീവിക്കുന്നത്.
എടോ PC ചെറ്റേ, നീ അവിടെ നിന്ന് വാങ്ങിയിട്ട് നക്കുന്നതിന് അവരുടെ ഔദാര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവർ അങ്ങനെയല്ല, ഇവിടുത്തെ സഭ അങ്ങനെയല്ല, ഇവിടുത്തെ വിശ്വാസി സമൂഹം അങ്ങനെയല്ല. ഒരുത്തൻ്റെയും ഔദാര്യത്തിലല്ല ഇവിടെ ജീവിക്കുന്നവൻ അത്രയും ഈ രാജ്യത്ത് അവനുള്ള അവകാശത്തിന് പുറത്താ. ആ അവകാശം ഹനിക്കാൻ ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും അതിനെ പ്രതിരോധിക്കാൻ ജനതക്കറിയാം, ഈ സമൂഹത്തിനറിയാം. അതിന് അവരൊറ്റക്കായിരിക്കില്ല, അതിന് ഈ നാട്ടിലെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനവും അവരോടൊപ്പം നിൽക്കും. അതാണ് ഈ കേരളത്തിൻ്റെ പാരമ്പര്യം, അതാണ് ഈ നാടിൻ്റെ പാരമ്പര്യം. നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാ. നീയൊക്കെ നിന്റെ തന്ത നിന്നെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഈ പാരമ്പര്യം, ഈ ചേർത്ത് നിർത്തല്, ഈ സാഹോദര്യം, ഈ ഐക്യം. അത് തകർക്കാമെന്ന് ഒരു തന്തയും മകനും കരുതേണ്ട, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വൃത്തികെട്ട ഭാഷയിൽ ഒരു വ്യക്തിയെയാണോ അധിക്ഷേപിക്കുന്നത്? അല്ലല്ലോ, ഒരു സമൂഹത്തെ, ഒരു ജനതയെ, അതും താൻ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുക. പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ വന്നിട്ട് ഒരു നാണവും ഒരു മാനവും, നാണവും മാനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മര്യാദ എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു മനുഷ്യനായിരിക്കുമ്പോൾ ഉണ്ടാവേണ്ട ചില മര്യാദകളുണ്ടല്ലോ, അങ്ങനെ എല്ലാ മര്യാദകളെയും കാറ്റിൽ പറത്തിയിട്ട് പിതാക്കന്മാരെയും മെത്രാന്മാരെയും ഒക്കെ തെറി വിളിക്കുക. എന്ത് അർഹതയാ ഇവനിക്കുള്ളത്? PC ജോർജ് എന്ന് പറയുന്ന പരമചറ്റക്ക്, അല്ലേ? ഒരു ജനതയെ നയിക്കുന്ന, വളരെ ശുദ്ധമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന, വലിയ ആത്മാർത്ഥതയോടുകൂടി ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെയും മെത്രാന്മാരെയും ഒക്കെ അധിക്ഷേപിക്കുക. എന്താ കാര്യം? കാര്യം ഒറ്റന്നേ ഉള്ളൂ, വോട്ട് കിട്ടിയില്ല. കാരണം ഇവൻ യൂദാസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ പരസ്യമായിട്ട് പറഞ്ഞു ആ ഒറ്റുകാരന് വോട്ട് കൊടുക്കരുത് എന്ന്. അത് തന്നെയാണ് ഇവനെ ഇത്രമാത്രം ചൊടിപ്പിച്ച കാര്യമെന്ന്. പാലായിൽ നിന്നിട്ട് അല്ലെങ്കിൽ പൂഞ്ഞാറിൽ നിന്നിട്ട് അങ്ങ് മത്സരിച്ച് വിജയിക്കാമെന്ന് കരുതി, പക്ഷേ കൈവിട്ടുപോയി. പണമിറക്കി, പണം വേണ്ട എത്ര പണമിറക്കി. കാരണം എന്താ? ചാക്കുകെട്ടുകളിലാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പണം വരുന്നത്. ഈ പണമൊക്കെ ഇറക്കിയിട്ടും ഒരു രക്ഷയുമില്ല. അതാണിപ്പോൾ മകൻ്റെ ആകെ വെപ്രാളം. പണം അവിടുന്ന് വന്നു, ആ പണം കൊണ്ട് വാങ്ങാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അമിത്ഷായെ. പക്ഷേ പണം ഇവിടെ ചെലവഴിച്ചു. ഇനി ചെലവഴിച്ചോ സ്വന്തം പോക്കറ്റിൽ തള്ളിയോ എന്നുള്ളത് മറ്റേ കാര്യം, അവിടെ നിൽക്കട്ടെ. ചെലവഴിച്ചു എന്നാണ് പറയുന്നത്, ശരി, ചെലവഴിച്ചു. എന്നിട്ടും വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിയ പണത്തിന് മറുപടി പറയണമല്ലോ. ആ പണം എവിടെ പോയി എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ, അതിന് മറുപടി പറയാൻ കഴിയില്ല. അതാ മകൻ ചോദിക്കുന്നത് അമിത്ഷായോട് എന്ത് പറയും? ഇനി ഒറ്റ ഉത്തരം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നീ തന്ത എന്ന് വിളിക്കുന്ന PC, അവൻ കേരളത്തിൻ്റെ തന്തയല്ല എന്ന് മാത്രം അമിത്ഷായോട് പറഞ്ഞാൽ മതി. നിന്റെ മാത്രം തന്തയാണോ എന്നുള്ളത് നീ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതും കൂടി പറ. മേ ബി നിന്റെ തന്ത അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. DNA ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോൾ തന്ത മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതെന്താണെങ്കിലും നീ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വിഷയമല്ല. പക്ഷേ അമിത്ഷായോട് ഒരു കാര്യം പറയണം, ഈ പൂഞ്ഞാർ ചെറ്റ കേരളത്തിൻ്റെ തന്തയല്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒരു പട്ടിയുടെ വില പോലും ആ പൂഞ്ഞാർ ചെറ്റയ്ക്ക് ഇല്ല എന്നുള്ളത് കൂടി നീ പറഞ്ഞോ. അത് സഭക്കകത്താണെങ്കിലും സഭക്ക് പുറത്താണെങ്കിലും, ക്രൈസ്തവർക്കിടയിലാണെങ്കിലും ക്രൈസ്തവർക്ക് പുറത്താണെങ്കിലും, ഈ പൂഞ്ഞാർ ചെറ്റയ്ക്ക് കേരളത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളത് അമിത്ഷായോടൊന്ന് നേരിട്ട് ചെന്ന് പറഞ്ഞേക്ക്. അതേ വഴിയുള്ളൂ. ബാക്കി വാങ്ങിയ പണവും ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും, വീടും പറമ്പും വിൽക്കേണ്ടി വരും. അതെന്താ വെച്ചാൽ നീ ചെയ്താൽ മതി. പക്ഷേ അത് സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധതയാ. ആ രാഷ്ട്രീയ ബോധ്യത്തെ വിലക്ക് വാങ്ങാമെന്ന് ഒരു തമ്പുരാനും കരുതണ്ട, അതിന് സാധിക്കുകയുമില്ല.